ഡോക്ടർ ആരിഫ് ഹുസൈൻ, ഇവിടെ ശ്രീ ജലീൽ പറഞ്ഞു വെക്കുന്നത് കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ വലിയ ആശങ്കയെ ലഘൂകരിക്കാൻ ശ്രമിക്കുകയാണ് അദ്ദേഹം മാത്രമല്ല, അങ്ങനെ ലവ് ജിഹാദ് ഇല്ല എന്ന് സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നവരൊക്കെയും ആ രീതിയിലാണ്. ഒരു ക്രിമിനൽ മൈൻഡാണ് റമീസിന് എന്ന് മാത്രം പറഞ്ഞു വെച്ചുകൊണ്ട് അതൊരു മതത്തിൻ്റെ പേരിലുള്ള ഒരു പ്രണയക്കെണിയല്ല എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ആസൂത്രണ നീക്കം അത് ഇടതുപക്ഷം നടത്തുന്നു, വലതുപക്ഷം നടത്തിക്കൊണ്ടേയിരിക്കുന്നു. പക്ഷേ ആവർത്തിക്കുകയാണല്ലോ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ. ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു വാക്ക്, അല്ലെങ്കിൽ ഞാൻ അതിന് കൂടുതൽ ഉപയോഗിക്കാറ് ഈ കൺവേർഷൻ ജിഹാദ് എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. ആ വാക്ക് ഏത് തന്നെയായാലും ഇന്ന് ജനം TV അല്ലാതെ മറ്റൊരു ചാനലും കൂടി എടുത്ത് ഉന്നയിച്ച് അത് ഉപയോഗിച്ചുകൊണ്ട് ഒരു ചർച്ച നടത്തുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ എത്തിയിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് ഈ വിഷയം നിരന്തരമായിട്ട് ഇത് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരുന്നതിൻ്റെ ഒരു പര്യവസാനം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വിജയമെന്ന് ഞാൻ പറയാം. കാരണം ഇതൊരു യാഥാർത്ഥ്യമാണെന്ന് പണ്ടേ നമ്മൾ പറയാറുണ്ട്. ഒന്നത്. രണ്ട്, ഇവിടെ മുന്നേ സംസാരിച്ച ആൾ ചെയ്ത ആ ഒരു തട്ടിപ്പ് എന്ന് പറയുന്നത്, ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തി ഒരു ക്രിമിനലാണ്, അതിലാർക്കും സംശയമൊന്നുമില്ല. പക്ഷേ ആ പേരും പറഞ്ഞുകൊണ്ട് ആ ക്രിമിനലായിട്ടുള്ള ആ ചങ്ങാതി ചെയ്തു വെച്ചിട്ടുള്ള കാര്യത്തെ നമുക്ക് വെളുപ്പിക്കാൻ കഴിയില്ല. കാരണം ഇവിടെ ആൾ ചോദിക്കേണ്ടായി, നിഷ്കളങ്കമായിട്ട് ചോദിച്ചു. അതായത് ഇതിൽ മതത്തിന്റെ നിറം കൊടുക്കുന്നത് എന്തിനാന്ന് ചോദിച്ചു. മതത്തിന്റെ നിറം കൊടുത്തത് ഞാനോ നിങ്ങളോ ചാനലോ ഒന്നുമല്ല, ഏഷ്യാനെറ്റും അല്ല. ഇത് കൊടുത്തത് ആ ആത്മഹത്യാ കുറിപ്പ് തന്നെയാണ്. അതിൽ പച്ചയ്ക്ക് എഴുതി വെച്ചിട്ടുണ്ട്, അതായത് മതം മാറ്റാൻ നിർബന്ധിച്ചു എന്നത് അവിടെ കൃത്യമായിട്ട് പച്ച മലയാളത്തിൽ എഴുതി, അറബി മലയാളത്തിലൊന്നുമല്ല. അപ്പൊ അവിടെ ഇതിനൊരു മതത്തിന്റെ ആംഗിൾ കൊണ്ടുവന്നത് ആ ആത്മഹത്യാ കുറിപ്പ് തന്നെയാണ്. ആ കുട്ടി നേരിട്ടിട്ടുള്ള ബുദ്ധിമുട്ട് തന്നെയാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം, അല്ലെങ്കിൽ അതിന്റെ ഒരേ ഒരു കാരണം എന്ന് പറയുന്നത്. അതിനെ നിങ്ങൾ എന്ത് പറഞ്ഞ് അഡ്രസ്സ് ചെയ്യും എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അതിന് നിങ്ങൾ തൊടുന്നില്ല, തൊട്ടാൽ നിങ്ങളുടെ കൈപൊള്ളും. അത് തന്നെയാണ് അതിന്റെ പ്രശ്നം. ഇനി ഇത് മതവുമായിട്ട് ബന്ധമില്ല എന്നൊക്കെ പറയുമ്പോൾ അതിലൊരു അങ്ങനെ പറയാൻ ഇടയാക്കുന്നതിൽ ഒരു വലിയ പങ്ക് ഈ ജനം TVക്ക് അടക്കമുണ്ടെന്നാണ് ഞാൻ പറയും. ഞാൻ മുന്നേ പറയാറുണ്ട്. കാരണം ഈ വിഷയം കാണുമ്പോഴേക്കും ഇതൊരു ജിഹാദാണ് എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ ഇത് ലവ് ജിഹാദാണെന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ഇതിലൊരു വലിയ പ്രശ്നമുണ്ട്. കാരണം എന്താണ്, ഇത് യഥാർത്ഥത്തിൽ ആരെങ്കിലും ആസൂത്രിതമായിട്ട് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ ആഹ്വാനം ചെയ്തിട്ട് ചെയ്യണമെന്നോ ഒന്നും എവിടെ പറയുന്ന ഒരു കാര്യമല്ല. ഇത് ഓരോ വിശ്വാസിയുടെ മേലെ ബാധിക്കുന്ന ഒരു മതപരമായ ഇൻസ്ട്രക്ഷനാണ്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ സംഭവം കുറച്ച് നാൾ മുന്നത്തേക്ക് ഞാൻ പറയാം. അത് നമ്മളെ മുഖ്യമന്ത്രിയുടെ മകള് റിയാസുമായിട്ട് കല്യാണം കഴിഞ്ഞപ്പോൾ അതിന് ഈ മുസ്ലിം ലീഗിന്റെ നേതാവായിട്ടുള്ള ഖല്ലായി അബ്ദുറഹ്മാൻ പറഞ്ഞത് എന്താണ്, അത് വ്യഭിചാരമാണെന്നാ പറഞ്ഞ്. അത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വ്യഭിചാരം എന്നുള്ള രീതിയിലേക്ക് വരുന്നത്? അത് വരുന്നത് ഖല്ലായി അബ്ദുറഹ്മാന്റെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഫാൻസിഫുൾ ആയിട്ടുള്ള ഇമാജിനേഷൻ ആണോ? അല്ല. ആളത് വലിയ ചർച്ചയായപ്പോൾ ആൾ അവിടെ പറഞ്ഞു കൊടുത്ത അതിനുള്ള മറുപടി എന്തായിരുന്നു? അതിന് പറഞ്ഞ മറുപടി, ഞാൻ പറഞ്ഞത് മതപരമായ ഒരു ഇൻസ്ട്രക്ഷനാണ്, അത് നിങ്ങൾക്ക് തെറ്റായി തോന്നി അല്ലെങ്കിൽ നിങ്ങളത് വളരെ നിങ്ങൾക്കത് വലിയ ബുദ്ധിമുട്ടുണ്ടായി, ഞാൻ അതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു എന്നേ പറഞ്ഞു. അല്ലാതെ ഞാൻ പറഞ്ഞത് തെറ്റായി പോയെന്ന് ഒരിക്കലും ആൾ സമ്മതിച്ചിട്ടില്ല. ആളുടെ കുറിപ്പ് നിങ്ങൾക്ക് ഓൺലൈനിൽ കിട്ടും, വേണമെങ്കിൽ എടുത്ത് വായിക്കാം. അപ്പൊ അവിടെ ഏതാണ് ആ നിയമം? ഖുറാനിൽ കൃത്യമായിട്ട് ഇവിടെ ഇതൊന്നും മതത്തിന്റെ ആംഗിൾ ഇല്ല എന്ന് പറഞ്ഞ ആൾക്ക് വേണ്ടിയിട്ട് പറയാണ്. ഖുറാനിലെ 2-ാമത്തെ സൂറത്ത് 2:221 ആയത്ത് എടുക്കുക. അതിനകത്ത് പച്ചയ്ക്ക് എഴുതി വെച്ചിരിക്കുകയാണ്, എന്താണ്, ബഹുദൈവ വിശ്വാസിനിയെ നിങ്ങൾ കല്യാണം കഴിക്കരുത്. അങ്ങനെ കല്യാണം കഴിക്കുന്നതിന് മുന്നേ എന്ത് ചെയ്യണം? ഒന്നുകിൽ അവർ ഇസ്ലാമിലേക്ക് വരണം, അല്ലെങ്കിൽ അവരെ കല്യാണം കഴിക്കരുത്. എന്നിട്ട് ഒരു ഇൻസ്ട്രക്ഷൻ കൂടി കൊടുക്കുകയാണ്. അങ്ങനെ ഒരു ബഹുദൈവ വിശ്വാസിനിയെ കഴിക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങളൊരു അടിമ സ്ത്രീയെ കല്യാണം കഴിക്കുന്നതാണെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ അവിടെ അതും കൂടി വരികയാണ്. എത്രമാത്രം മാനവിക വിരുദ്ധമാണ്, ഒരു വർഗീയമാണ് ഈ പറയുന്ന ഇസ്ലാമും ഖുറാനും എന്നുള്ളതിന്റെ കൂടി ഒരു ഉദാഹരണമാണ് ഈ പറയുന്നത്. പച്ചയ്ക്ക് എഴുതി വെച്ചിരിക്കുന്ന സാധനമാണ് ഈ പറയുന്നത്. ഇതൊക്കെ എത്ര വിശ്വാസികൾക്ക് അറിയാം? നമ്മൾ എക്സ് മുസ്ലിങ്ങളായിട്ട് ഇത് വിളിച്ച് പറയുമ്പോൾ നമ്മളെ സംഖ്യയാക്കാനും അല്ലെങ്കിൽ നമ്മളെ വേറെ എന്തെങ്കിലും ചട്ടുകമാക്കാനൊക്കെയാണ് നിങ്ങൾക്ക് ത്വര. അതല്ല, നിങ്ങൾക്ക് കുറെ കാലം ഇത് കുഴിച്ച് മൂടിക്കൊണ്ട് നടക്കാൻ കഴിയില്ല എന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ്. ഇത് പച്ചയ്ക്ക് എഴുതി വെച്ചിരിക്കുന്ന സാധനമാണ്. ഇവിടെ എന്തുകൊണ്ട് ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരു വ്യക്തി ഒരു കല്യാണത്തിന് മുതിരുമ്പോൾ, പ്രണയത്തിലേക്ക് പെടുമ്പോൾ, അതൊരു അമുസ്ലിം ആയിട്ടുള്ള ഒരു വ്യക്തി, അത് ഹിന്ദു ആകുമ്പോഴാണ് ഈ പ്രശ്നം. ക്രിസ്ത്യാനിയോ ജൂത വനിതയോ ആണെന്നുണ്ടെങ്കിൽ ഇത്രയും പ്രോബ്ലം ഇല്ല, അത് നേരിട്ട് അങ്ങ് കല്യാണം കഴിക്കാം. കാരണം അതിനുള്ള ഇൻസ്ട്രക്ഷൻ ഉണ്ട്, അവരെ കല്യാണം കഴിക്കാം. പക്ഷെ ഒരു ഹിന്ദു ആയിട്ടുള്ള ഒരു കുട്ടിയെ കല്യാണം കഴിക്കുമ്പോൾ അതിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു, അത് ചെയ്യാൻ പാടില്ല. ഇനി ചെയ്യണമെന്നുണ്ടെങ്കിൽ മതം മാറ്റിയേ പറ്റൂ എന്നത് തന്നെയാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. നിങ്ങൾക്ക് എത്ര ഫത്വ വേണമെങ്കിലും എടുത്ത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇസ്ലാമിന്റെ ഇൻസ്ട്രക്ഷൻ എന്ന്, ക്ലിയർ ഇൻസ്ട്രക്ഷൻ എന്ന് ഉള്ള രീതിയിലിരിക്കെ ഇതിനെ പറയുമ്പോൾ ഒരു ജിഹാദിന്റെ ആവശ്യമില്ല, ഒരു ആസൂത്രണത്തിന്റെ ആവശ്യമില്ല, ഒരു കൂട്ടം ആളുകൾ അതിന്റെ പിന്നിൽ ഉണ്ടാവേണ്ടതില്ല. ഓരോ വ്യക്തിയും മതം കയ്യിൽ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അവൻ അതെടുക്കും. ഇനി ഇത് പറയുമ്പോൾ നമ്മൾ ഒരു ക്രിമിനൽ ആയതുകൊണ്ടാണ് ഇത് ചെയ്യുന്നതെന്നൊക്കെ പറയും. ഈ ക്രിമിനലായ ഈ പറയുന്ന റമീസിനെ വിളിച്ചിട്ട് നിങ്ങൾ 1 കിലോ പോത്തിറച്ചിക്ക് പകരം ഒരു പന്നിയിറച്ചി വെച്ച് കൊടുത്തൊക്കെ ഈ ക്രിമിനലായ ഈ പറയുന്ന ചങ്ങാതി അത് കഴിക്കില്ല. അവൻ എന്താ പറയാ, എനിക്ക്
എനിക്ക് ഹറാമാണെന്ന് പറയും. അപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും എളുപ്പം എടുക്കാൻ കഴിയുന്ന സാധനങ്ങൾ, ഏറ്റവും എളുപ്പം ഹറാമും ഹലാലൊക്കെ ആയിട്ട് എടുക്കാൻ പറ്റുന്ന സാധനങ്ങൾ എടുത്താണ് ഓരോ മുസ്ലിമും ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ക്രിമിനൽ എന്നോ ക്രിമിനൽ അല്ലാത്തവനെന്നോ വ്യത്യാസമൊന്നുമില്ല. ഏതൊരു വിശ്വാസി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഓരോ ആളുകൾ അവരുടെ സൗകര്യത്തിനനുസരിച്ച് മതം ഉപയോഗിക്കുന്നു. ഇതുപോലുള്ള ഘട്ടത്തിലേക്ക് വരുമ്പോൾ അത് മറ്റൊരു വ്യക്തിയും കൂടി ബുദ്ധിമുട്ടിലേക്ക് ആക്കുന്ന ഒരു അവസ്ഥ വരുമ്പോഴാണ് നമ്മൾ ഇതൊരു വലിയ സോഷ്യൽ ഇഷ്യൂ ആയിട്ട് കണക്കാക്കുന്നതും ഇതിനെയൊക്കെ നമ്മൾ ഈ രീതിയിൽ തന്നെ പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ ഞാൻ ഈ മതത്തെ തന്നെ വിളിക്കാറ് പേപ്പട്ടി മതം എന്ന് വിളിക്കുന്നതിന്റെ കാരണം ഇത് തന്നെയാണ്. ഇത് മറ്റു മതങ്ങൾക്ക് ഇല്ലാത്തൊരു പ്രശ്നമാണിത്. ഇത് നമ്മൾ പച്ചയ്ക്ക് അഡ്രസ്സ് ചെയ്യേണ്ട കാലം അതിക്രമിച്ചിട്ടുണ്ട്. ഇത്ര നാൾ ഇത് പറയുമ്പോൾ ഇത് സംഘികളുടെ അജണ്ടയാണെന്നൊക്കെ പറഞ്ഞ് മാറ്റി, അത് പറ്റില്ല. ഈ മതപരിവർത്തനം എന്ന് പറയുന്ന സംഗതിക്ക് പ്രണയത്തിലാകപ്പെട്ട് കഴിയുമ്പോൾ അതിന് ഈ മതപരിവർത്തനം നിർബന്ധിക്കുന്ന ഒരു അവസ്ഥ ഇവിടെ ഉണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് മതം കണക്കാക്കാതെ കല്യാണങ്ങൾ നടക്കണം, അതിനുള്ള സ്നേഹബന്ധങ്ങൾ ഉണ്ടാകണം, അതിലൊന്നും ഒരു തർക്കമില്ല. പക്ഷേ അവിടെ ഒരു മതത്തിന് മാത്രം അത് ഇങ്ങനെ ഒരു മതപരിവർത്തനം കൂടി ഉണ്ടെങ്കിലേ നടക്കുള്ളൂ എന്ന് പറയാം. അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആകാൻ വേണ്ടിയിട്ട് ഇന്ന് ആളുകൾ പല കാരണങ്ങൾ കണ്ടെത്താറുണ്ട്. അതിനിപ്പോൾ മതം കൂടി ഒരു കാരണമാക്കി ഇവിടെ മാറ്റുന്നു എന്നും കൂടി നമുക്ക് ഇവിടെ സംശയിക്കാവുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രണയത്തിലേക്ക് അകപ്പെടുന്ന ആളുകൾ, ഇങ്ങനെ മതം തലയിൽ കൊണ്ടു നടക്കുന്ന ആളുകളെയാണ് ഇത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓടി രക്ഷപ്പെടണം എന്നാണ് എനിക്ക് പറയാനുള്ളൂ. കാരണം ഈ മതത്തിന്റെ മുന്നിൽ നിങ്ങൾക്ക് അത് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഇത് തലയിൽ കൊണ്ട് നടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് ഇതുപോലെ കൊണ്ടുവെക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞു നോക്കുക. ഇത് മുസ്ലിം വിരുദ്ധതയായിട്ട് നിങ്ങൾ എടുക്കണ്ട. ഇത് മുസ്ലിങ്ങൾ തിരിച്ചറിയേണ്ട വിഷയമാണ്. കാരണം നിങ്ങൾ കാരണം ബാക്കിയുള്ള ആളുകളിൽ ഈ മതത്തെക്കുറിച്ചും മുസ്ലിങ്ങളെ കുറിച്ചും ഉണ്ടാകുന്ന വളരെ തെറ്റായിട്ടുള്ള ഒരു ചിന്താഗതി ഉണ്ടാകാൻ, അവരെക്കുറിച്ച് മോശമായിട്ട് ചിന്തിക്കാൻ പോലും ഇത് ഇടവഴിക്കുന്ന ഒരു അവസ്ഥയിലേക്ക്. ഇതുപോലെ ഇന്നാണ് ഇപ്പോൾ ഷാറൂഖ് ഖാനും ഗൗരി ഖാനും ഒക്കെ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അതുപോലും ഒരു ലവ് ജിഹാദായിട്ട് ഇന്ന് പറഞ്ഞു വെക്കുന്ന അവസ്ഥയല്ലേ ഇന്നിപ്പോൾ ഉള്ളത്. അത് പണ്ട് നടന്നുകൊണ്ട് നമ്മളത് അതിനെ വെറുതെ വിടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇന്നിപ്പോൾ അതല്ല സ്ഥിതി. ഇതുപോലെ ഏതൊരു ജെനുവിൻ ആയിട്ടുള്ള ഒരു പ്രണയബന്ധത്തെ പോലും ഈ ഒരു പേരിൽ എത്ര കേസുകൾ അങ്ങനെ പുറത്തു വരുന്നു. രജിസ്റ്റർ ഓഫീസുകളിൽ ഇത് പേര് ജെനുവിൻ ആയിട്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ആരോപിച്ചുകൊണ്ട് കുറെ ആളുകൾ ഇടപെടുന്നു, അതിനെ തടയാൻ ശ്രമിക്കുന്നു എന്ന ഒരു സാഹചര്യം പോലും ഇവിടെ ഉണ്ടാകുന്ന ഒരു അവസ്ഥ വരുമ്പോൾ ഇത് വളരെ തെറ്റായിട്ടുള്ള പ്രവണതയായിട്ട് മാറണം. അപ്പോൾ ഇത് മുസ്ലിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ് എന്നത്. അതുപോലെ തന്നെ ഇതിന്റെ യഥാർത്ഥ കാരണത്തിലേക്ക് ചർച്ച കൊണ്ടുപോകണം എന്നുള്ളത് മാധ്യമങ്ങൾക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് എനിക്ക് വെക്കാനുള്ളത്. ഇത് ലവ് ജിഹാദ്, കൺവേർഷൻ ജിഹാദ് എന്നൊക്കെ പറഞ്ഞു പോകുമ്പോൾ ഇതിന്റെ യഥാർത്ഥ മതപരമായ ഇൻസ്ട്രക്ഷൻ അവിടെ തെറ്റിപ്പോവാണ്, പറയാൻ വിട്ടുപോകുന്നു എന്നതാണ് എൻ്റെ ഇതിനകത്തുള്ള ഒരു പരാതി.